ആദില നൂറയുടെ വിഷയം എനിക്കൊരു സംശയം കേട്ടോ. ഈ ആദില നൂറയുടെ ഈ ഫാമിലി വീക്കൊക്കെ വന്നില്ലേ, ആ സമയത്ത് ഇവർ ഭയങ്കര വഴക്കായിരുന്നു, എന്തൊരു ലഹളയായിരുന്നു. അതിനുശേഷം ഇപ്പം ലഹളയൊന്നുമില്ല, ഇപ്പം ഭയങ്കര പ്രണയമാണ് കാണിക്കുന്നത്. ആക്ച്വലി സൈക്കോ ബിക്കോസ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഇവർ തമ്മിൽ തല്ലായിരുന്നു. ഇപ്പം ഇവർക്ക് തമ്മിൽ തല്ലണ്ടേ? എന്തിനാ അപ്പം തമ്മിൽ തല്ലൊക്കെ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ആദില നൂറയുടെ പേരൻസ്, രണ്ടുപേരുടെയും പേരൻസിന് ഇവർ തമ്മിൽ യോജിച്ചത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. രണ്ടുപേരുടെയും പേരൻസിന് ഇഷ്ടമില്ല. ഇവരെ വിട്ടിട്ട് വരികയാണെന്നുണ്ട്, രണ്ടുപേരും പരസ്പരം ഉപേക്ഷിച്ചിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ആദിലയുടെ പേരൻസ് പറഞ്ഞിട്ടുള്ളത്. നൂരയുടെ പേരൻസിന് ഒന്നുമില്ല, എവളങ്ങ് തിരിച്ചു ചെന്നാൽ മതി എന്നുള്ളതാണ്. കാരണം ഈ പെൺകുട്ടി ഭയങ്കര മോശമായ പദപ്രയോഗം നടത്തുന്ന ഒരാളാണ്. ഒരു ഉദാഹരണം പറയാം. ഇന്നലെ നമ്മൾ എവിക്ഷനിൽ തന്നെ അവരെ പിടിച്ചോണ്ട് പോയപ്പോഴത്തേക്ക് അവൾ പറയുന്നില്ല ജന്തുക്കളൊന്നും. ആ മനുഷ്യർക്കൊന്നും വാല്യൂ ഒന്നുമില്ലേ? ആദിലയുടെ ലാംഗ്വേജ് ഭയങ്കര വൾഗർ ആൻഡ് ബാഡാണ്, ഭയങ്കര തെറിയൊക്കെയാണ് ആ പെണ്ണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നൂറയുടെ പേരൻസിൻ്റെ പ്രശ്നം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കിപ്പം എൻ്റെ ടൈം ലൈനിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അവൾ ക്ലാസ്മേറ്റ് ആണെന്നും ക്ലാസ്മേറ്റ് എന്നോട് സംസാരിക്കാണ്ടെന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മെസ്സേജ് നമുക്കൊന്ന് വായിക്കാം. ഇതിൽ ആ കുട്ടി എനിക്ക് ആദ്യം പേടിച്ചാണ് മെസ്സേജ് അയച്ചാണ്. വോയിസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവളുമാർ ടെററാ, പുറത്തിറങ്ങി വന്നാൽ ഈ പെങ്കൊച്ചിനെ വെറുതെ വെച്ചേക്കത്തില്ല. ആ പേടി കൊണ്ട് തന്നെ വോയിസ് കേൾപ്പിക്കരുത് എന്നത് നിർബന്ധം പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വോയിസിന് പകരം ഞാൻ എഴുതിയിടാം, ഇത്ത വേണമെങ്കിൽ അത് കേൾപ്പിച്ചോളൂ, അത് പറഞ്ഞോളൂ, ഇത്ത വായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വോയിസ് അത് അയച്ചിട്ട് ഭയന്നതിൻ്റെ കാരണം സാധാരണ ആദില നൂറ പറയുന്നത് പോലെയല്ല, അവരാണ് ശരിക്കും, അവരെയാണ് എല്ലാവരും ഭയപ്പെടുന്നത്. അപ്പോൾ എന്നെ വിളിച്ച ഒത്തിരി പേരുണ്ട് കേട്ടോ, ആദിലയുടെയും നൂറയുടെയും ഫാമിലിയിൽ നിന്നായാലും പിന്നെ ഐ മീൻ ഡിസ്റ്റൻ്റ് റിലേറ്റീവ്സ്, അതേപോലെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ പേടിയാണ്, എല്ലാവർക്കും വോയിസ് പുറത്ത് വിടരുത്, ഞങ്ങളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത അവളുമാർ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കും, പ്രശ്നം ഉണ്ടാക്കും, ഞങ്ങൾക്കത് താല്പര്യമില്ല, ഞങ്ങളൊക്കെ കുടുംബത്തോടെ ജീവിക്കുന്നവരാണ്, പ്രശ്നം വരും, അതുകൊണ്ട് ഇത് നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഇൻഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇവർ രണ്ടുപേരും പൊതുസമൂഹത്തിനോട് നുണയാണ് പറയുന്നത്. സത്യത്തിൽ ഇവരുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, പ്രത്യേകിച്ച് നൂറയുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അതിൻ്റെ ഉമ്മയെ പറ്റി എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. പക്ഷേ ഇവള് പറയുന്നത് വെറും ഒരു ഭയങ്കരിയാണെന്നാണ്. ആദിലയാണ് അത് കൂടുതൽ പറയുന്നത്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഒത്തിരി കാലം കുട്ടികൾ ഉണ്ടാകാതിരുന്ന് കിട്ടിയ കുഞ്ഞായതുകൊണ്ട് ഒരു കുഞ്ഞു പോലെ നോക്കിയ മോളാണ്. പിന്നെ നൂറൻ ലെസ്ബിയൻ അല്ല, അതൊരു സത്യമായ കാര്യമാണ്. മേ ബി ബൈസെക്ഷൽ ആയിരിക്കും, രണ്ടുപേരോടും അട്രാക്ഷൻ തോന്നുന്നത്. ഞാനതാണ് ഉറച്ച് പറയണത്. ഈ ഒരു വിഷയത്തിൽ ഒത്തിരി മനസ്സിലാക്കിയത് കൊണ്ടാണ് പറയണത്. നൂറ വീട്ടിൽ കുറച്ച് ഫ്രീഡം കുറവുള്ളൊരു കുട്ടിയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവളുടെ ബോഡി ഷേപ്പ് മറ്റത് മറിച്ചതൊക്കെയാണ് അവൾക്ക് ഭയങ്കര പ്രൗഡ്. അത് മറ്റുള്ളവരെ കാണിക്കുക, ആ അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അവൾ മറ്റുള്ളവരുമായിട്ടൊക്കെ സഹകരിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് തന്നെയാണ്. ആദിലയ്ക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇതേ ഫോമിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് അവളെ കടിക്കാനും കാമക്കടി തീർക്കാനും ഒക്കെ നിൽക്കുന്നത്. ഏതായാലും നമുക്കിതൊന്ന് വായിക്കാം. ഞങ്ങൾക്ക് അറിയാമായിരുന്ന ഫാമിലി ആയിരുന്നു. ഈ നൂറയ്ക്ക് 8, 9, 10 ഒക്കെ പഠിക്കുന്ന ടൈം അഫെയർ ഉണ്ടായിരുന്നു. അതും ബോയ്സ് ആയിട്ട് തന്നെ, ഒന്നല്ല ഒന്നിൽ കൂടുതൽ. ഒരാളുമായി ബ്രേക്കപ്പ് ആയാൽ അടുത്ത ആൾ. ഞാൻ ഇല്ലാത്തത് പറയുന്നതല്ല, നേരിട്ട് അറിയുന്ന ഫാമിലി ആയിരുന്നു. അന്നില്ലാത്ത പ്രോബ്ലം എന്തേ ഇപ്പോൾ? അന്ന് ഹെട്രോ ആയ ഇവൾ പെട്ടെന്ന് ആദിലയെ കണ്ടപ്പോൾ എങ്ങനെ ഹോമോ ആയത്? എന്നിട്ട് ഇൻ്റർവ്യൂസിലൊക്കെ വന്ന് ഇരുന്ന് കള്ളം പറയുന്നു. പണ്ടേ ബോയ്സിനെ കണ്ടാൽ അട്രാക്ഷൻ തോന്നില്ലെന്ന്. പച്ച കള്ളമാണ്. മക്കളായിരുന്ന അവളുടെ ഉമ്മയുടെ ലോകം. മക്കൾക്ക് വേണ്ടി നിന്ന ഉമ്മയെ മക്കൾ എന്ത് ചെയ്താലും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്ത മമ്മ ആയിരുന്നു. ഉപ്പ പാവമാണ്, ഒരു സാധു മനുഷ്യൻ. അയാൾ രാവിലെ എഴുന്നേറ്റ് ഏർലി മോർണിംഗ് ഷോപ്പിൽ പോകും, മിഡ് നൈറ്റ് വീട്ടിൽ കയറി വരും. അതിനിടയിൽ ഈ പെണ്ണ് പറയും പോലെ സ്നേഹം പ്രകടിപ്പിക്കണം എന്നും ആ മനുഷ്യന് നേരം കിട്ടിയിട്ടില്ല. അയാൾ കുടുംബത്തിന് വേണ്ടി ഓടുമായിരുന്നു. ഞാൻ മിക്സഡ് സ്കൂളിലാണോ ഞാൻ ചോദിച്ചതിന് ഉത്തരം അല്ല, ഗേൾസ് ഓൺലിയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രണയം വരിക? സോഷ്യൽ മീഡിയ ത്രൂ ആണ്, പ്രത്യേകിച്ച് FB. അന്ന് എന്തോ ഒരു ആപ്പ് ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ചാറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി എനിക്കൊരു വോയിസ് തന്നിട്ടുണ്ട്, ഞാനത് പബ്ലിഷ് ചെയ്യാൻ അവൾ പെർമിഷൻ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് അവൾ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്, ഇവൾക്ക് അഫെയർസ് ഉണ്ടായിരുന്നു. 9, 10 ഇൻഫാക്ച്വേഷൻസ് ആയിരിക്കാം, ബട്ട് സ്റ്റിൽ അത് ആണുങ്ങളുമായിട്ടാണ് എന്നുള്ളത് നോട്ട് ചെയ്യണം. ഒരാളുമായി ബ്രേക്കപ്പ് ആകുമ്പോൾ അടുത്ത ആളുമായിട്ടുണ്ടായിരുന്നു. FB ആണ്. അമ്മ കുറച്ച് സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തിരുന്നു, മകളെ വിശ്വസിച്ചിരുന്നു. അപ്പം പെൺകുട്ടിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 8, 9, 10 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പെൺപിള്ളേരെയൊക്കെ ചിലവർ പിടിച്ച് കെട്ടിച്ച് കൊടുക്കുന്ന കാണുമ്പോൾ സങ്കടം തോന്നും. പക്ഷെ ഇങ്ങനെയുള്ളതിനെയൊക്കെ നേരത്തെ കെട്ടിച്ചു കൊടുത്താൽ ഇങ്ങനെ പേരുദോഷങ്ങൾ ഒഴിവാകും എന്നുള്ളതാണ്. ഇതൊക്കെ തിന്നെല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് കാണിക്കുന്ന വേലകളാണ്, അതാണ് മനസ്സിലാകുന്നത്. ഏതായാലും ആ ഉമ്മാക്ക്
ഒരുപാട് സ്നേഹം കൊടുത്തതിനുള്ള ഇനാം തിരിച്ച് അവൾ കൊടുത്തിട്ട് തന്നെ പോയതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് അവർ ഈ പറയുന്ന കണക്ക് ലെസ്ബിയൻ അല്ല എന്ന് ഉറച്ചു പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. ഇങ്ങനെ ഒരുപാട് പേര് വോയിസ് തന്നിട്ടുണ്ട്, ഒത്തിരി പേരുടെ വോയിസ് എൻ്റെ കയ്യിലുണ്ട്. അവരുടെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ്, അടുത്തുള്ള നെയ്ബേഴ്സ്, കൂടെ പഠിച്ച കുട്ടികൾ, ടീച്ചേഴ്സ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറയണത് ഇവർക്ക് ഇങ്ങനെ ഒരു നമുക്ക് മനസ്സിലാവില്ല, നമ്മുടെ കൂടെ നടക്കുന്നവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. സ്ത്രൈണതയുള്ള ആണുങ്ങളെ കാണുമ്പോൾ അവർ പിന്നെ മറ്റേ ട്രാൻസ് ആണെന്ന് മനസ്സിലാക്കുന്നത്. ഇത് എന്തുകൊണ്ട് ഞാനിതിനെ എതിർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം. ഒരു സ്ത്രീയാണ്, അവർ ട്രാൻസ് ആയതാണ്. അവർ പറയുന്ന ഒരു പോയിന്റ് അത് വളരെ ജെന്യുവിനായ ഒരു പോയിന്റാണ്. കാരണം എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ മാറ്റുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ പറയുന്നൊന്ന് കേൾക്കാം. വാസ്തവത്തിൽ അവർ പറയുന്ന വളരെ ജെന്യുവൻ ആയൊരു പോയിന്റാണ്. അപ്പോൾ ആ കൊച്ചു എന്നോട് ചേച്ചി എന്തിനാ പെണ്ണായ അതുപോലെയാണ് ഞാനെന്ന്. അപ്പം പിന്നെ എനിക്ക് അവിടെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ തന്നെ കൊതിച്ച് പോകുന്ന ഒരു കൊച്ചു, നല്ല വെളുത്ത്, നല്ല സുന്ദരം, നല്ല മുടിയൊക്കെ ചുരുണ്ട്, എന്നിട്ട് അതും ബ്രസ്റ്റ് ഓപ്പറേഷന് വന്നേക്കണം അവിടെ ആണാകാൻ വേണ്ടിയിട്ട്. അത് ഓരോരുത്തരുടെ മനസ്സാണ്, അത് നമുക്ക് കൂട്ടാൻ പറയാൻ പറ്റില്ല. എന്നാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എന്നാ പറയുന്നത്, ഞാൻ പറയുന്നത് എന്നാന്ന്, ഞാൻ പെണ്ണല്ല, പെണ്ണിൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പെണ്ണായിട്ട് ജീവിക്കുന്ന ആളാണ്. അതുപോലെ അവരുടെ മനസ്സിന് ആണായിട്ട് ജീവിക്കണമെന്ന് അവരുടെ ആഗ്രഹമുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചേച്ചിക്ക് എന്തുകൊണ്ടാണ് സർജറി ചെയ്തിരുന്നോ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് സർജറി ചെയ്യണം? എന്തിനത്? എന്താ അതിന്റെ കാര്യം? എനിക്കത് മനസ്സിലാകാത്ത എന്താ കാര്യം? പലരും പറയാ സ്ത്രീ ആവാനുള്ള പൂർണ്ണതയ്ക്ക് വേണ്ടി. പൂർണ്ണതയ്ക്ക് അങ്ങനെ അതുകൊണ്ട് സർജറി ചെയ്യുന്നത് കൊണ്ട് പെണ്ണായി പൂർണ്ണമായി എങ്ങനെ പെണ്ണാകുന്നു? ബ്രസ്റ്റ് ഒറിജിനൽ അല്ലല്ലോ. അതിന് കുട്ടിക്ക് പാൽ കൊടുക്കാൻ പറ്റുമോ? ബ്രസ്റ്റ് വെച്ചെന്ന് വെച്ചാൽ ഇല്ലല്ലോ. അവർക്ക് പ്രസവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ എന്ത് പൂർണ്ണിത? ഒറിജിനൽ സാധനമല്ലോ. നമ്മൾ ജനിച്ചപ്പം സ്ത്രീകൾക്ക് ദൈവം കൊടുത്തൊരു വരവാണത്. അത് നമുക്ക് സാധിക്കാൻ കഴിയാത്തടത്തോളം കാലം നമ്മൾ പെണ്ണുങ്ങളല്ല. ഞാനതാ വിശ്വസിക്കുന്നത്. എതിർപ്പൊന്നും വെച്ചാൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ആരും ചെലവിലല്ല കഴിയുന്നത്. എക്സാക്ട്ലി. അവർ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് പറയണു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ്? ഇത് ഈ കമ്മ്യൂണിറ്റിക്ക് എഗൻസ്റ്റ് ആണെന്ന് പറഞ്ഞ് ചാടി വീഴാൻ വരാതിരിക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, അവരുടെ ജെൻഡർ അതെന്ത് തന്നെ ആയിരുന്നാലും അത് അങ്ങനെയാണ്. ബൈ ബർത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നോ അത് തന്നെയാണ്. നിങ്ങളിത് റീപ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റത്തിലേക്ക് കൺവേർട്ട് ആകും നിങ്ങൾ ചിന്തിക്കരുത്. ഇപ്പം ഓപ്പറേഷനൊക്കെ ചെയ്ത വ്യക്തികൾക്ക് ഞാൻ പറയണ മനസ്സിലാവും. നമ്മുടെ ദേഹത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്ത് നമുക്കൊരു നമ്മാണ്, ഒരു മരവിപ്പാണ്, നമുക്ക് മറ്റൊന്നും ഫീൽ ചെയ്തില്ല. അപ്പോഴാണോ ഈ മെയിൻ ആയിട്ടുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് വജൈന ഫിറ്റ് ചെയ്യുന്നത്? അവിടെ എന്ത് ഫീലിംഗ് വരുമെന്നാണ് നിങ്ങൾ പറയുന്നത്? എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് സെക്ഷൽ ഇൻ്റർകോഴ്സിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫേക്ക് പരിപാടിയായിരിക്കും. ആൻഡ് സെക്കൻഡ് തിങ്, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തെളിവായിട്ട് സിയ പവലിൻ്റെ ഒരു ഫാമിലി ഉണ്ട്. അവർ തമ്മിൽ ആണും പെണ്ണുമായിട്ട് ജീവിച്ച് അവരാണും പെണ്ണുമായിട്ട് സെക്സ് ചെയ്ത് അതിൻ്റെ റിസൾട്ടായിട്ടൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. അവരത് റിമൂവ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ അടിയുടെ കുറവാണ്. അവർക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ അത് ഈ ഇന്നർ പാർട്ടൊന്നും നമ്മളടുത്ത് കളഞ്ഞിട്ടൊന്നും കാര്യമില്ല. ശരിയാണ്, അവർക്ക് ആണായിട്ട് തന്നെ അങ്ങ് ജീവിച്ചു പോട്ടെ, പെണ്ണായിട്ട് ജീവിച്ചു പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ഈ ലിംഗം റിമൂവ് ചെയ്ത് മറ്റതും ഫിക്സ് ചെയ്ത് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തില്ല. അത് കൃത്യമായി അവർ പറയുന്നുണ്ട്. ഇത് അവരുടെ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാളാണ് പറയുന്നത്. അപ്പോൾ ഇത് ജനറലൈസ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല കോലങ്ങളും തോന്നും. അതിനനുസരിച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ എത്ര പേര് ആത്മഹത്യ ചെയ്തു? ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇതെടുത്ത് കളഞ്ഞിട്ട് അവിടെ വജൈന ഫിറ്റ് ചെയ്തതിൽ എത്ര പേര് ആത്മഹത്യ ചെയ്തു ബ്ലീഡിങ് നിൽക്കാതെ? ഏത് പോർഷനാണ്, എന്ത് അടിസ്ഥാനത്തിലാണ്? ഈ മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനകത്ത് 100%, 99.9% നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ കത്തിവെക്കാൻ പാടുള്ളൂ എന്നാണ് ഈ മെഡിക്കൽ എത്തിക്സ് ആയിട്ട് തന്നെ അവരെടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അവരത് അങ്ങനെയാണ് പഠിച്ചു വരുന്നത്. ഇത് എന്ത് ആവശ്യമാണ് നിങ്ങളെന്ന് പറഞ്ഞു തന്നാൽ. 3.5 കോടി ജനങ്ങളുണ്ട്. നമ്മൾ ആകെ വരുന്ന 1000 പേർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രതിനിധികളായി അവിടെ പോയി നിൽക്കുന്നവർ ബാക്കിയുള്ളവരുടെ വായടച്ച് നിന്നോ എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അവർക്ക് ഇത് ഓക്കെ ആയിരിക്കാം, നമുക്കിത് ഓക്കെ അല്ല. എനിക്കതിനോട് യോജിക്കാൻ ഒട്ടും പറ്റത്തില്ല. ഇതിനെയൊക്കെ ജനറലൈസ് ചെയ്യുന്നത് ഭയങ്കര ക്രൈമാണെന്ന് ഞാൻ പറയുള്ളൂ. ആ വീട്ടുകാർക്ക് എന്തോരം മനസ്താപവും വിഷമവും ഉണ്ടെങ്കിൽ അവരിത് പുറത്തേക്ക് പറയാനാകാതെ, അവരുടെ മുഖം പോലും പുറത്ത് കാണിക്കാൻ പറ്റാതെ, ഇത്രയും വലിയൊരു ഷോയിലേക്ക് പോലും വരാതെ അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന മാനസിക വ്യത നിസ്സാരമാണോ? ഇവരെന്താ വിചാരിച്ച നാദിറയുടെ കുടുംബം അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്ന എല്ലാവരും അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുമെന്നാണോ? കുടുംബത്തിനെ തള്ളി പറഞ്ഞിട്ടില്ല നാദിറ, കരഞ്ഞിട്ടേ ഉള്ളൂ, സങ്കടപ്പെട്ടിട്ടേ ഉള്ളൂ. ഇവരങ്ങനെയാണോ? ഇവർ വായി തുറന്ന് ആ കുടുംബത്തിനെതിരെ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർ ചെയ്ത ചെയ്യത്തിൻ്റെ ഡെപ്ത് ആ കുടുംബത്തിന് മനസ്സിലായത് കൊണ്ടാണ് അവരതിനെ എതിർക്കുന്നത്. ആദിലയുടെ ഫാമിലി മുന്നോട്ട് വരുന്നില്ലല്ലോ, ആദിലേക്ക് ഈ വട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട്. നൂറയുടെ എന്തുകൊണ്ട് വരുന്നു? അവർക്ക് നല്ല ഉറച്ച വിശ്വാസമാണ്. കാരണം അവൾ 8, 9, 10 ക്ലാസ്സിലൊക്കെ പ്രണയങ്ങൾ ഉണ്ടായിരുന്ന പെണ്ണാണ്. അത് മനസ്സിലാക്കുക.
ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ അധ്വാനിച്ച എൻ്റെ സ്വന്തം അഭിപ്രായം പറയാം. എന്നോട് ഇതൊക്കെ മുമ്പ് ഏതോ പറഞ്ഞ് നിങ്ങൾക്ക് ശാന്തിക്ക് എഴുതാനും വായിക്കാൻ അറിയില്ല, പഠിപ്പില്ല, വിവരമില്ല, ശാന്തിയുടെ പുറകിൽ നിന്ന് ആരോ അത് പിരികേറ്റി കൊടുത്തിട്ട് അതൊക്കെ പറയണമെന്ന് പറയും. ഇതൊന്നുമല്ല. 10 വയസ്സിൽ എനിക്കുണ്ടായ അനുഭവം മുതൽ ഈ 50 വയസ്സ് വരെയുള്ള അനുഭവം പറയാം. എനിക്ക് ആരും അനുവാദം വേണ്ട, ആരും എനിക്ക് പറഞ്ഞു തരണ്ട. എനിക്ക് സ്വന്തമായിട്ടുള്ള അനുഭവം പറയാൻ വേറെ ഒരാൾ പറഞ്ഞു തന്നോ? അങ്ങനെ പല ആൾക്കാരും കമന്റ് ഇട്ടായിരുന്നു, ശാന്തിക്ക് അതിനുള്ള കഴിവില്ല, ശാന്തിക്ക് അതിനുള്ള കഴിവില്ല, ശാന്തിയുടെ പുറകിൽ ആരും ഇന്ന് ചെയ്തു കൊടുത്താന്ന്. ആരും ചെയ്തു തന്നല്ല. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയാതെ എവിടെ പറഞ്ഞാലും ഇനി വലിയൊരു വേദി കിട്ടിയാലും ഞാൻ ഇത് തന്നെ പറയാനിരിക്കുന്നതാണ്. വലിയൊരു വേദി കിട്ടിയാൽ ഇത് തന്നെ പറയാനിരിക്കുന്നത്. എന്തെല്ലാം സർജറി ചെയ്തു, എന്തെല്ലാം എടുത്തു കഴിഞ്ഞു, ഞാൻ പറഞ്ഞാൽ അവർക്ക് മല കൂട്ടാൻ പറ്റുമോ? പിന്നെ എന്ത് ബ്രസ്റ്റ് വെച്ചെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അല്ലെങ്കിൽ സർജറി കഴിഞ്ഞു അവർക്ക് പ്രസവിക്കാൻ പറ്റുമോ? മെൻസസ് ആകാൻ പറ്റുമോ? ചിലത് ചെയ്യുന്ന ട്രാൻസ് വുമൺ ആകാൻ വരുന്നവരുണ്ടല്ലോ, അവര് ഓപ്പറേഷന് മുന്നേ പ്രസവിക്കുന്നു. കോഴിക്കോട് ഉണ്ടായല്ലോ, ഞാൻ അവർ കൊച്ചിനെയും പോയി കണ്ടതാ, അവരൊക്കെ ഞാൻ പോയി കണ്ടതാ, എൻ്റെ കൂട്ടുകാരികൾ അവിടെ ഉണ്ട്, ഞാൻ പോയി കണ്ടതാ. അവർ ചെയ്ത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു കുട്ടീനെ വേണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ആണായതിൻ്റെ ഇത് നിന്നും പെണ്ണായവൾ ഗർഭം ധരിച്ചു, അതിലൊരു കുട്ടി ഉണ്ടായി. അവരിപ്പോൾ ആ കുട്ടിയും അവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് അവർ ജീവിക്കുന്നു. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. വ്യാപകമായി അങ്ങനെയാണല്ലോ ഇപ്പൊ പലരും ഇപ്പോൾ പാർട്ണറെ തിരഞ്ഞെടുക്കുന്നതും അങ്ങനെ ട്രാൻസ് വുമണും ട്രാൻസ്മെന്നുമായിട്ടാണ്. അതിൽ എന്ത് കാര്യം നമ്മുടെ മനസ്സിലുള്ള സ്നേഹമില്ല. ഇപ്പം ഞാൻ സർജറി കഴിഞ്ഞവരും അല്ലെ ഒരു പെണ്ണാണായതും പെണ്ണായതും കൂടി ജീവിച്ചാൽ അതിൽ എന്ത് ജീവിതം? ആ ജീവിതത്തിന് എന്താ അതിൻ്റെ അർത്ഥം പറ. നമ്മളിപ്പോൾ ഞാൻ അപ്പോൾ ചോദിക്കാം, നിങ്ങളൊരു ആണിനെ വെച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ എന്ത് രീതിയിലാണ് ജീവിക്കണമെന്ന് ചോദിക്കും. അതിനും പ്രത്യേകം അതിനത് സെക്സ് പരമായിട്ട് പറയുമ്പോഴത്തേക്ക് ഒരാണും കൂടി താമസിക്കുകയാണെങ്കിൽ പല രീതിയിലും സെക്സ് ചെയ്യാൻ പറ്റും, ഇല്ലേ? പക്ഷെ ഒരു പെണ്ണ് ആണായതും ഒരാണ് പെണ്ണായതും കൂടി എന്ത് സെക്സ് വർക്ക് ചെയ്യും? എന്തായാലും സെക്സ് എന്താണ് അതിൻ്റെ സെക്സിൻ്റെ ഇത് എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും എന്ത് സെക്സ് ചെയ്യാൻ പറ്റുന്നവർക്ക്? എന്താണ് അതിൻ്റെ അർത്ഥം? അതിന് പറ, അതിൻ്റെ അർത്ഥം എന്താണ്? ഒരാണ് പെണ്ണാകുന്നു. ലിംഗമാറ്റ ശസ്ത്രക്രിയയെ പറ്റിയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. സത്യമായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലല്ലോ, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അങ്ങ് മരവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ വലിയ പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും വരാനില്ല. അവർ പറയുന്ന ഒരു പോയിന്റാണ്, ആണും കൂടെയൊക്കെ ഓക്കെയാണ്. അത് ഇനിയിപ്പോൾ എന്തിനാണെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, എനിക്ക് അതിനെപ്പറ്റി വലിയ ഇതില്ല. ഇനിയിപ്പോൾ ഈ പെണ്ണും തമ്മിൽ അത് നമുക്ക് ഒബ്ജക്ഷൻ ഇല്ല, പക്ഷെ റിയലായിരിക്കണം. ഒരാളെ കൊണ്ട് മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കപ്പെടുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനെ എതിർക്കുന്നത്. അല്ലാത്ത പക്ഷേ എനിക്ക് ഇതിനകത്ത് എതിർപ്പൊന്നുമില്ല. ഈ പെൺകുട്ടികളിൽ ഒരാൾക്ക് വട്ടാണ്, ഇനിയിപ്പോൾ അവൾക്ക് അത് താല്പര്യമാണെങ്കിൽ അവൾ കണ്ടിന്യൂ ചെയ്തോട്ടെ. അതിനകത്തൊന്നും നമ്മളതിനകത്ത് അഭിപ്രായമില്ല. അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മളോട് പറയരുത്, അത്രയേ ഉള്ളൂ. അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എന്ത് വികടത്തരവും കാണിക്കും, നമ്മളത് ഉൾക്കൊണ്ട് മിണ്ടാതെ അണ്ണാക്കി പിരിവെട്ടിയിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. താല്പര്യമില്ല. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആര് വരണ്ട എന്നുള്ളത് എൻ്റെ തീരുമാനമല്ലേ, ഞാൻ ആരുടെ കൂടെ സഹകരിക്കണം വേണ്ട എന്നുള്ളത് എൻ്റെ തീരുമാനമല്ലേ, അത് നിങ്ങൾ തീരുമാനിക്കുമോ? അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല. പിന്നെ കോടതി മുഖാന്തരം നമ്മളൊരു കേസൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോക്കർ തരത്തിന് കൂട്ടു നിൽക്കുന്ന വിക്കോസിന് വരെ പ്രശ്നമാവും. കാരണം ഇവരെ ലീഗലൈസ് ചെയ്യാൻ ഇവിടെ പറ്റത്തില്ല. ഇവരുടെ വിവാഹം ഒന്നും ഇവിടെ ലീഗലല്ല, നടത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഒന്നിച്ച് താമസിക്കാം, അതൊക്കെയുണ്ട്. അതിപ്പോൾ ആരൊക്കെ ഒന്നിച്ച് താമസിക്കുന്നു, ആരെല്ലാം ഒന്നിച്ച് താമസിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മര്യാദ കിട്ടണം, അവരെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം, അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ജീവിതത്തിലൊക്കെ കയറി കളിക്കുന്ന ബിഗ് ബോസ് തരം താഴ്ന്ന കളിയാണ് കളിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്കത് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറയുക. ഞാൻ ഈ കുട്ടിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വോയിസ് പ്ലേ ചെയ്യുന്നതായിരിക്കും. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഓഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. ആക്ച്വലി ഇത് ശരിക്കും മനസ്സിലാക്കി ഒത്തിരി പേരോട് ഡിസ്കസ് ചെയ്ത് ഒത്തിരി പേരുടെ അടുത്തുനിന്ന് ഇതെടുത്തതിന് ശേഷം മാത്രമാണ് ഞാനിതിങ്ങനെ പറയുന്നത്. അല്ലാതെ ഇപ്പം നമ്മൾ ചുമ്മാ അങ്ങ് കണ്ടു പറയുന്നതല്ല, എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് പറയുന്നതാണ്. നൂറ ആളുകളെ പറ്റിക്കുകയാണ്. നൂറയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ പറ്റിക്കുന്നത്. ആ പെങ്കൊച്ചിന് അങ്ങനെ ഒരു ഇതില്ല, അങ്ങനെ ഒരു വശമില്ല. അപ്പം ഇത് നമുക്കെന്താ പ്രശ്നം, അവർ ജീവിക്കുകയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ട് ഇത് ഫോളോ ചെയ്യുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ ബഷീർ ഒരു കേസ് തന്നെ എടുത്തു നോക്കും. ഇപ്പോൾ എത്ര പേരാണ് അങ്ങനെ വരുന്നത്? അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഭവിഷ്യത്ത് നിങ്ങൾ മനസ്സിലാക്കുക. പലരും സഹിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അതുപോലെ ജീവിക്കാൻ പറ്റുമോ? അപ്പം അതൊരു സോഷ്യൽ ഈവിളാണ്. നമ്മൾ അതിനെതിരെ സംസാരിക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതൊരിക്കലും ഒരു ശരിയായ ടേമല്ല എന്നുള്ളതാണ്. സാമൂഹ്യ വിരുദ്ധർക്ക് പറ്റിയ ഒരു കാര്യമാണ് ഇത്. പ്രകൃതി വിരുദ്ധമാണ്, പ്രകൃതിക്ക് വിരുദ്ധമല്ലാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദിച്ചു കൊണ്ടുവരുന്നവന്മാർ അവരവരെ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ മാത്രം തിരിച്ചറിയും. അപ്പോൾ അവനവൻ്റെ വീട്ടിൽ ഇത് ഒക്കൂല, വല്ലവൻ്റെ വീട്ടിൽ ഓക്കെയാണ്, അത് കാണുമ്പോൾ നല്ല ചന്തമാണെന്ന് പറയണത് നല്ല കുത്തിക്കഴപ്പുള്ളതുകൊണ്ട്, അടിയുടെ കുറവുള്ളതുകൊണ്ടാണ്. താങ്ക് യു.